ലേൺ ഫ്രീക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ, ഷോർട്ടായിട്ട് അതിനെ വാപ്പ് എന്നാണ് പറയുന്നത്. എന്താണ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ അല്ലെങ്കിൽ വാപ്പ്? ഈ ഒരു കണ്ടീഷൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും കോസ് ചെയ്യുന്നത് ICUയിലുള്ള ക്രിട്ടിക്കലി അൺവെൽ ആയിട്ടുള്ള പേഷ്യൻസിലാണ്. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ്റെ കീ റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ മേജർ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് എൻഡോട്രക്കിയൽ ട്യൂബ് അല്ലെങ്കിൽ ട്രക്യൂസ്റ്റെമിയാണ്. ഇത് രണ്ടാണെങ്കിലും നോർമൽ ആയിട്ടുള്ള റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ എനാറ്റമിയും അതുപോലെ തന്നെ ഫിസിയോളജിക്ക് എന്ത് ചെയ്യും, അത് ഇൻ്റർഫിയർ ചെയ്യും. അതാണ് ഈ ഒരു കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യാനുള്ള മെയിൻ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാപ്പ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത് ഒന്നുകിൽ ഇൻഡ്യൂബേഷൻ നടന്നിട്ടുള്ള അല്ലെങ്കിൽ മെക്കാനിക്കൽ വെന്റിലേഷന് അണ്ടർഗോൺ ആയിട്ടുള്ള പേഷ്യൻസിലായിരിക്കും. അതും ഈ മെക്കാനിക്കൽ വെന്റിലേഷനോ ഇൻഡ്യൂബേഷനോ കഴിഞ്ഞ് 48 hours കഴിയുമ്പോഴായിരിക്കും, 48 hours കഴിഞ്ഞിട്ട് ഈ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിട്ടും ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ അല്ലെങ്കിൽ വാപ്പിൻ്റെ ഡെഫിനിഷനാണ്. വാപ്പ് അല്ലെങ്കിൽ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ എക്യൂർഡ് ന്യൂമോണിയയാണ്. ഈ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ഇൻഡ്യൂബേഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എൻഡോട്രക്കിയൽ ഇൻഡ്യൂബേഷൻ കഴിഞ്ഞിട്ട് 48 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു വാപ്പ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏർലി ഓൺസെറ്റ് എന്നും ലേറ്റ് ഓൺസെറ്റ് എന്നുമാണ്. അപ്പോൾ ഏർലി ഓൺസെറ്റ് ഓഫ് വാപ്പ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ വെന്റിലേഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് 96 hours ഈ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഏർലി ഓൺസെറ്റ് എന്ന് പറയും. ലേറ്റ് ഓൺസെറ്റ് ആണെന്നുണ്ടെങ്കിൽ more than 96 hours after the initiation of mechanical ventilation. മെക്കാനിക്കൽ വെന്റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 96 hours കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്യുന്ന വാപ്പിനെയാണ് നമ്മൾ ലേറ്റ് ഓൺസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലേറ്റ് ഓൺസെറ്റിൽ കൂടുതലും കാരണം എന്ന് പറയുന്നത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് പെത്തോജൻസ് അല്ലെങ്കിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് പെത്തോജൻസ് ഒരു മേജർ റോള് ക്യാരി ചെയ്യുന്നുണ്ട് ലേറ്റ് ഓൺസെറ്റ് ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അടുത്തത് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഏജ്, അതായത് 55 years കൂടുതലുള്ള ആൾക്കാർ. പിന്നുള്ളത് ക്രോണിക് ലങ് ഡിസീസ് ഉള്ള പേഷ്യൻസ്, അതുപോലെ തന്നെ ചെസ്റ്റ് അല്ലെങ്കിൽ അപ്പർ എബ്ഡോമിനൽ സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, എക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഉള്ള പേഷ്യൻസ്, പിന്നെ പ്രൊലോങ്ഡ് പാരാലിസിസ് ആയിട്ടുള്ളവർ, പോളിട്രോമ പേഷ്യൻറ്റ്, ഇങ്ങനെയുള്ളവരാണ് മെയിൻ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയയുടെ പെത്തോഫിസിയോളജി അല്ലെങ്കിൽ പെത്തോജെനസിസ് ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ അല്ലെങ്കിൽ വാപ്പ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്ന കീ ഫാക്ടർ, മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? എൻഡോട്രക്കിയൽ ട്യൂബിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ട്രക്യൂസ്റ്റെമിയാണ്. ഇത് രണ്ടും എന്ത് ചെയ്യും? നോർമൽ ആയിട്ടുള്ള റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ അനാറ്റമിയും അതുപോലെ തന്നെ ഫിസിയോളജിയൊക്കെ ഇൻ്റർഫിയർ ചെയ്യും. സ്പെസിഫിക്കലി അത് ഇൻ്റർഫിയർ ചെയ്യുന്നത് സെക്രീഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന ഫങ്ഷണൽ മെക്കാനിസംസ് ആണ്. സെക്രീഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുമ്പോൾ കഫ് അതുപോലെ തന്നെ മ്യൂക്കോസീലിയറി ആക്ഷൻസ് ഇതിലൊക്കെയായിരിക്കും ഇൻ്റർഫിയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇൻറ്റുബേറ്റഡ് പേഷ്യൻസിൻ്റെ അവസ്ഥ എന്താണ്, അവർക്ക് നോർമലായിട്ട് ഈ സെക്രീഷൻസിനൊക്കെ തന്നെ ക്ലിയർ ചെയ്യാനുള്ള എബിലിറ്റി പൊതുവെ കുറവായിരിക്കും. അപ്പം മെയിനായിട്ടും ഈ വോളണ്ടറി ക്ലിയറൻസ് ഓഫ് സെക്രീഷൻ ആയിരിക്കും ഇമ്പയർ ആവുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സെക്രീഷൻസ് എല്ലാം വന്നിട്ട് ഓറോഫാരിങ്സിൽ തങ്ങി നിൽക്കും. ഇങ്ങനെ ഓറോഫാരിഞ്ചൽ സെക്രീഷൻ എന്ത് ചെയ്യും? തങ്ങി നിൽക്കുകയല്ലേ. അത് പിന്നെ ലീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആസ്പിറേഷനിലേക്കാണ്, അതായത് മാക്രോ ആസ്പിറേഷനിലോട്ട് മൈക്രോ ആസ്പിറേഷനിലോട്ടും. അപ്പം ഈ ഓറോഫാരിഞ്ചൽ സെക്രീഷൻ എന്ന് പറയുന്നത് ഫുള്ള് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള പെത്തോജൻ റിച്ച് ആണ്. നോർമലി നമ്മുടെ ബോഡി ഇതിനെതിരെ റിയാക്ട് ചെയ്യും, ഇമ്മ്യൂൺ റെസ്പോൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി കാണിക്കും. പക്ഷെ ക്രിട്ടിക്കലി അൺവെൽ ആയിട്ടുള്ള പേഷ്യൻസിന് നോർമലി ഇങ്ങനെ ഇമ്മ്യൂൺ റെസ്പോൺസ് മൗണ്ട് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഇമ്പയർ ആയിരിക്കും. അത് കാരണം എന്ത് ഡെവലപ്പ് ചെയ്യാം? ന്യൂമോണിയ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാവുന്നത്. നെക്സ്റ്റ് പെത്തോജൻസ് അസോസിയേറ്റഡ് വിത്ത് വാപ്പ്, അതായത് ഏതൊക്കെ പെത്തോജൻസ് ആണ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്ന് പറയുന്നത് 2 ഓൺസെറ്റ് ആണ് ഇതിനുള്ളത്. ഏർലി ഓൺസെറ്റും ഉണ്ട്, ലേറ്റ് ഓൺസെറ്റും ഉണ്ട്. ഏർലി ഓൺസെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഡ്യൂബേഷൻ കഴിഞ്ഞ് 96 hours കുറവാണ്, 96 hoursലും കുറവായിട്ടാണ് ഈ വാപ്പ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മൾ ഏർലി ഓൺസെറ്റ് എന്ന് പറയും. ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻഡ്യൂബേഷൻ കഴിഞ്ഞിട്ട് 96 hours കൂടുതൽ അല്ലെങ്കിൽ 96 hours കഴിഞ്ഞിട്ടാണ് വാപ്പ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ലേറ്റ് ഓൺസെറ്റ് എന്ന് പറയും.
അപ്പോൾ ഈ രണ്ട് ഓൺസെറ്റും ലേറ്റും ഏർലിയും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പെത്തോജൻസും ഡിഫർ ചെയ്യും. ഇപ്പൊ ഏർലി ഓൺസെറ്റ് ന്യൂമോണിയയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ കോമൺലി എക്വയർഡ് പെത്തോജൻസ് എന്ന് പറയുന്നത് ഒന്ന് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, പിന്നെ ഉള്ളത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. ലേറ്റ് ഓൺസെറ്റ് ന്യൂമോണിയ ആണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന പെത്തോജൻസ് എന്ന് പറയുന്നത് സ്യൂഡോമോണാസ് എയറുജിനോസ, MRSA മെഥിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, എസിനെറ്റോബാക്ടർ, അല്ലാന്നുണ്ടെങ്കിൽ എൻറ്ററോബാക്ടർ. അടുത്തത് ക്ലിനിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. സാധാരണയായിട്ട് കാണുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫീവർ, അതായത് ഒരു റീസണും ഇല്ലാതെ ഉണ്ടാകുന്ന ഫീവർ, ഗ്രേറ്റർ ദാൻ 38 ഡിഗ്രി സെൽഷ്യസിലുള്ള ഫീവർ ആയിരിക്കും. അതുപോലെ തന്നെ ല്യൂക്കോസൈറ്റോസിസ് ഉണ്ടാവും, പുർലൻ്റ് ആയിട്ടുള്ള സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും, പൾമോണറി ഇൻഫിൽട്രേറ്റ്സ് പുതിയതായിട്ടുണ്ടാവും, അതുപോലെ തന്നെ റെസ്പിറേറ്ററി റേറ്റ് കൂടും. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഓക്സിജന്റെ ആ ഒരു ഇത് കുറയും, ഓക്സിജന്റെ അളവ് കുറയുന്ന കാരണം ശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും. ആ സമയത്ത് വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്ലിനിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അടുത്തതൊരു സ്കോർ സിസ്റ്റം ആണ്, അതായത് ക്ലിനിക്കൽ പൾമോണറി ഇൻഫെക്ഷൻ സ്കോർ, CPIS എന്ന് പറയും. ഇനി പറയുന്ന 7 വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാപ്പാണോ ഇല്ലയോ എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ആ 7 പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ടെമ്പറേച്ചർ, രണ്ടാമത്തത് WBC കൗണ്ട്, മൂന്നാമത്തത് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ, നാലാമത്തത് ചെസ്റ്റ് എക്സ്റേ, അഞ്ചാമത്തത് ഇൻഫിൽട്രേറ്റിന്റെ പ്രോഗ്രഷൻ, ആറാമത്തത് ട്രക്കിയൽ സെക്രീഷൻസിന്റെ ക്വാളിറ്റി, ലാസ്റ്റ് വൺ ആസ്പിറേറ്റ്, അതായത് കൾച്ചർ ഓഫ് ആസ്പിറേറ്റ്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടോട്ടൽ നമ്മൾ സ്കോർ എടുക്കുമ്പോഴത്തേക്കും ഗ്രേറ്റർ ദാൻ 6 വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് CPIS അല്ലെങ്കിൽ ക്ലിനിക്കൽ പൾമോണറി ഇൻഫെക്ഷൻ സ്കോർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ക്ലിനിക്കൽ പൾമോണറി ഇൻഫെക്ഷൻ സ്കോർ. ഇപ്പോൾ സ്കോറാണ് 0, 1, 2 എന്നും പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 7 വാരിയബിൾസ് ആണ് ടെമ്പറേച്ചർ, ല്യൂക്കോസൈറ്റ് കൗണ്ട്, ട്രക്കിയൽ സെക്രീഷൻസ്, അതുപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ചെസ്റ്റ് എക്സ്റേ, റേഡിയോഗ്രാഫിക് ഒപ്പാസിറ്റി, അതുപോലെ തന്നെ ട്രക്കിയൽ ആസ്പിറേറ്റ്. ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്കോർ കൊടുക്കുന്നത്. എന്നിട്ട് ഗ്രേറ്റർ ദാൻ 6 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യും അത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്ന് പറയുന്ന കണ്ടീഷനാണെന്ന്. അടുത്തത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എങ്ങനെയൊക്കെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡയഗ്നോസിസിൽ നമ്മൾ 2:1:2 എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് റേഡിയോഗ്രാഫിക് എവിഡൻസ് ആണ്. അത് 2 കോൺസെക്യൂട്ടീവ് ഡേയ്സിലായിട്ട് നോക്കും. അതിൻ്റെയാണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നോക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഇൻഫിൽട്രേറ്റ് ആണ്, അതായത് ന്യൂ ആയിട്ടോ അല്ലെങ്കിൽ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഫിൽട്രേറ്റ് ഉണ്ടോന്നോ അല്ലെങ്കിൽ ഇൻഫിൽട്രേറ്റ് എന്തെങ്കിലും പ്രോഗ്രഷൻ ഉണ്ടോന്നോ നോക്കും. പിന്നെ ഉള്ളത് കൺസോളിഡേഷനോ ഒപ്പാസിറ്റിയോ അല്ലെങ്കിൽ ക്യാവിറ്റേഷനോ. ഇത് രണ്ടുമാണ് നമ്മൾ റേഡിയോഗ്രാഫിക് എവിഡൻസിൽ നോക്കുന്നത്. അതാണ് 2:1:2 2 എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്ന 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഫീച്ചർ എടുക്കും. ഒന്നാമതെന്ന് പറയുന്നത് ഫീവർ ഗ്രേറ്റർ ദാൻ 38 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ഉള്ളത് ല്യൂക്കോപീനിയ അല്ലെങ്കിൽ ല്യൂക്കോസൈറ്റോസിസ്. ല്യൂക്കോപീനിയ ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 4000 WBC/mm³. ല്യൂക്കോസൈറ്റോസിസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 12,000 WBC/mm³. ഈ 2 പാരാമീറ്റേഴ്സിൽ ഏതെങ്കിലും ഒന്നെടുക്കും. ഒന്നീ ഫീവർ അല്ലെങ്കിൽ ല്യൂക്കോപീനിയ ആണെങ്കിലോ ല്യൂക്കോസൈറ്റോസിസ് ആണെങ്കിലോ അതിലേതെങ്കിലും ഒരു ഫീച്ചർ ആയിരിക്കും എടുക്കുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം എടുക്കും. ഒന്നെന്ന് പറയുന്നത് പുർലൻ്റ് സ്പ്യൂട്ടോ ആണോ എന്ന് നോക്കും, അല്ലാന്നുണ്ടെങ്കിൽ സെക്രീഷൻസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കും. രണ്ടാമതെന്ന് പറയുന്നത് കഫ് ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഉള്ള കഫ് വേഴ്സൺ ആവുകയാണെന്നുണ്ടെങ്കിലോ, അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്നിയ. മൂന്നാമതെന്ന് പറയുന്നത് ഗ്യാസ് എക്സ്ചേഞ്ചിലുള്ള ആ ഒരു വേഴ്സണിങ്. ഇത് 3 എണ്ണത്തിലും അറ്റ്ലീസ്റ്റ് 2 എണ്ണെങ്കിലും എടുക്കും. അതാണ് 2:1:2 എന്ന് പറയുന്ന ആ ഒരു ഡയഗ്നോസിസിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നോക്കാനുള്ളത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ നമുക്ക് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വാപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള പെത്തോജൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഏർലി ഓൺസെറ്റിൽ കാണുന്ന പെത്തോജൻസും ലേറ്റ് ഓൺസെറ്റ് ആയിട്ടുള്ള പെത്തോജൻസും. അപ്പോൾ അങ്ങനെയുള്ള കോമൺ പെത്തോജൻസ്. പിന്നെ ഉള്ളത് പേഷ്യൻറ്റിൻ്റെ അണ്ടർലൈങ് റിസ്ക് ഫാക്ടേഴ്സ്, എന്തെങ്കിലും ഇമ്മ്യൂണോ സപ്രഷൻ അല്ലെങ്കിൽ അണ്ടർലൈങ് ആയിട്ടുള്ള റെസ്പിറേറ്ററി കണ്ടീഷനോ ഉണ്ടെങ്കിൽ അതിനെ നോക്കും. പിന്നെയുള്ളതെന്ന് പറയുന്നത് എപ്പോഴും ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പെത്തോജൻസിനൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. കാരണം അതിനൊക്കെ തന്നെ കില്ല് ചെയ്യാനുള്ള എബിലിറ്റിയുള്ള ആൻറ്റിബയോട്ടിക്സ്. മെയിനായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്റ്റാഫ്, സ്യൂഡോമോണാസ് എയറോജിനോസ, പിന്നെയുള്ള ഗ്രാം നെഗറ്റീവ് ബാസിലസ് ഒക്കെ ആയിരിക്കും കോമൺ ആയിട്ട് വാപ്പിൽ
അസോസിയേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ തന്നെ കില്ല് ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾ ഈ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ് ഒരു ടൈംലി ഫാഷനിൽ വേണം നമ്മളത് കൊടുക്കേണ്ടത്. ട്രീറ്റ്മെൻറ്റ് ഡിലേ ആവുന്നത് മെയിനായിട്ടും അത് ഡെത്തിലോട്ട് ലീഡ് ചെയ്യാനാണ് ചാൻസ്. കാരണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു പ്രോഗ്നോസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. കാരണം അറിയാൻ പറ്റും ഇപ്പോൾ ഏർലി ഓൺസെറ്റിൽ ഏതൊക്കെ പെത്തോജൻസ് ആണ് കോമൺ ആയിട്ട് വരുന്നത്, ലേറ്റ് ഓൺസെറ്റ് ആണെങ്കിൽ എങ്ങനെയൊക്കെയാണെന്ന്. അതല്ലാതെ നമ്മൾ പർട്ടിക്കുലർ റിസൾട്ട് കിട്ടാൻ വേണ്ടി കാത്തിരുന്നിട്ട് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഹൈ മോർട്ടാലിറ്റിയിലോട്ട് ലീഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. ഇത്രയാണ് വാപ്പ് അല്ലെങ്കിൽ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ.